മനസ്സിലാക്കുന്നത്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിതം ആരംഭിച്ചത് തന്നെ കുടുംബമായിക്കൊണ്ടാണ്. ഒരു പരീക്ഷണത്തിന് വിധേയരായി കുടുംബമായി സ്വർഗലോകത്തിൽ ജീവിക്കുന്ന ആദി പിതാവും ആദി മാതാവും ഈ ഭൂമിയിലേക്ക് കുടുംബസമേതം വരേണ്ടി വന്നതാണ്. ആദം അലൈഹിസ്സലാമാകുന്ന കുടുംബനാഥനും ഹവ്വ അലൈഹസ്സലാമയാകുന്ന കുടുംബനാഥയുമായിക്കൊണ്ട് ആരംഭിച്ച ഭൂമിയിലെ ആദ്യത്തെ കുടുംബജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു, ഇനി ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. നിങ്ങളുടെ സ്വർഗീയ സുഖാനന്ദങ്ങൾ നഷ്ടപ്പെട്ടതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടായിരിക്കാം. പക്ഷേ ഇനി അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ള ദൈവികമായ മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തിയാൽ അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് പേടിക്കേണ്ടതില്ല. ജീവിതത്തിൽ നിങ്ങൾക്ക് കൈവിട്ടു പോകുന്ന കാര്യത്തെക്കുറിച്ച് സങ്കടപ്പെടേണ്ടതുമില്ല. അവിടെയാണ് സമാധാനം ഉണ്ടാകുക. മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്നത് സമാധാനം, ശാന്തി, സ്വസ്ഥത. അത് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ കുടുംബജീവിതത്തിൽ നിന്നാണ്. ദുനിയാവിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ കുടുംബജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സമാധാനമാണ് എന്ന് ലളിതമായി നമുക്ക് ഉത്തരമായി പറയാം. ഈ സമാധാനം കിട്ടാനുള്ള വഴിയാണ് അല്ലാഹ് ആദ്യം തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഉപമിക്കാറുണ്ട്, എണ്ണയിട്ട യന്ത്രം പോലെയെന്ന്. കുടുംബം അങ്ങനെയാണ് ശരിക്കും. രാവും പകലും ഒഴിവില്ലാത്ത, സമൂഹത്തിൽ ഒരിക്കലും അവധിയില്ലാത്ത മഹത്തായ ഒരു സ്ഥാപനമാണ് കുടുംബം. കുടുംബം എന്ന ഈ യന്ത്രം ചലിക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കേണ്ട എണ്ണയാണ് ഹുദ, ദീൻ എന്നുള്ളത്. അപ്പൊ ദീൻ എന്തൊക്കെയാണോ നമ്മളോട് പറയുന്നത്, അതൊരു വ്യക്തിയാണെങ്കിലും കുടുംബമാണെങ്കിലും സമൂഹമാണെങ്കിലും തങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ അള്ളാഹു ഓഫർ ചെയ്ത ഈ സമാധാനവും ശാന്തിയും ആനന്ദ ആഹ്ലാദങ്ങളൊക്കെ നമുക്ക് കിട്ടും. കുടുംബ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ആളുകളോട് അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫൾഫർ ബിദാത്തിദ്ദീൻ, ആണായാലും പെണ്ണായാലും ദീനിനാണ് നിങ്ങൾ മുൻഗണനയും പരിഗണനയും നൽകേണ്ടത് എന്ന്. കാരണം ദീനാണ് നമ്മുടെ രക്ഷാകവചം, നമുക്ക് സുരക്ഷയൊരുക്കുന്നത്. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയിൽ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി എന്നാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും സുരക്ഷിതത്വം, ഇസ്മത്ത്, അല്ലാഹുവേ കുടികൊള്ളുന്നത് എൻ്റെ ദീനിലാണ്. നീ എനിക്ക് നൽകിയിട്ടുള്ള ഈ ഹിദായത്തിലും ഹുദയിലുമാണ്. അതുകൊണ്ട് എൻ്റെ ദീനിനെ എനിക്ക് നീ നന്നാക്കി തരണമേ എന്ന്. ആ ദീന് അത് തുടങ്ങുന്നത് നമ്മുടെ ഈമാനിൽ നിന്നാണ്, ആദർശത്തിൽ നിന്നാണ്, നമ്മുടെ അനുഷ്ഠാന ആചാരങ്ങളിൽ നിന്നാണ്, നമ്മുടെ സ്വഭാവങ്ങളിൽ നിന്നാണ്, നമ്മുടെ ശീലങ്ങളിൽ നിന്നാണ്, നമ്മുടെ പെരുമാറ്റങ്ങളിൽ നിന്നാണ്. എൻ്റെ മുമ്പിലുള്ള അധികം ആളുകളും രക്ഷിതാക്കളാണ്. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. രക്ഷാകർതൃത്വം എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുന്ന വലിയ ഒരു ഉത്തരവാദിത്തമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുള്ളത്. ഇന്നല്ലാഹ സായിലു കുല്ല റാഇൻ അമ്മസ്തർആഹു ഹഫിള അം ലയ്യ. നമ്മളതിന് ഉത്തരം പറയേണ്ടി വരും. ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള എല്ലാ വ്യക്തികളോടും അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ചോ, ഉത്തരവാദിത്വം നിർവഹിച്ചോ. ഹഫിള,
അതല്ല നിങ്ങളത് പാഴാക്കി കളഞ്ഞോ എന്ന് ചോദിക്കും. നമ്മൾ മറുപടി പറയേണ്ടി വരുമെന്നാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നൊരു കുടുംബമാക്കി തീർക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർക്കുമാണ് എന്ന കാര്യം നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം. നമുക്ക് നഷ്ടപ്പെട്ട ആ സ്വർഗം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും ലളിതവും എളുപ്പവുമായ വഴിയാണ് ശരിക്ക് കുടുംബജീവിതം. കുടുംബജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന, കുടുംബജീവിതത്തിൽ എന്നല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളും പാഴായി പോകുന്നില്ല എന്നാണ്. ഇതൊരു പരീക്ഷണമാണല്ലോ. ഈ പരീക്ഷയിൽ നമ്മൾ വിജയിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്താകട്ടെ സന്താനങ്ങളാകട്ടെ അതൊരു പരീക്ഷണമാണ്. സമ്പത്തിനോടും സമൃദ്ധിയോടും ഐശ്വര്യത്തോടും ഭൗതിക ജീവിതത്തിനോടുള്ള ഈ നല്ല നമ്മൾ കാണുന്ന ഇവിടെയുള്ള സുഖാനുഗ്രഹങ്ങളോടും ഏതൊരു വ്യക്തിക്കും അമിതമായ ഉത്കടമായ താല്പര്യമുണ്ടാകും. അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ എന്നാണ്. സമ്പത്തും മക്കളും കുട്ടികളും സന്താനങ്ങളും കുടുംബവും ഒക്കെ ഈ ഭൗതിക ജീവിതത്തിൻ്റെ ഒരു അലങ്കാരമാണ്, അതിൻ്റെ മോടിയാണ്, അതൊരു പരീക്ഷണവുമാണ്. ഈ പരീക്ഷയിൽ വിജയിച്ചുകൊണ്ടാണ് നഷ്ടപ്പെട്ട നമ്മുടെ സ്വർഗം നാം തിരിച്ചു പിടിക്കേണ്ടത് എന്നൊരു സന്ദേശം കൂടിയാണ് ഖുർആൻ ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളോടും നമ്മൾ എങ്ങനെ പെരുമാറണം, ഓരോ പ്രായക്കാരായ ആളുകളോട് നമ്മൾ എങ്ങനെ സഹവർത്തിക്കണമെന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം അതിൻ്റെ ആ പ്രായഗണനയെ നമുക്ക് വിഭജിച്ചു തരുന്നുണ്ട്. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ലാഇബ് വലദക സബ്ആന, ആദ്യത്തെ 7 വർഷകാലം 7 വയസ്സുവരെ കുട്ടികളോട് നിങ്ങൾ കളിച്ചും അവരെ സ്നേഹിച്ചും ലാളിച്ചും, പ്ലേ വേ മെത്തേഡ്, കളിയിലൂടെ കുട്ടികളെ നിങ്ങൾ ദീന് പഠിപ്പിക്കണം, കാര്യങ്ങൾ പഠിപ്പിക്കണം. ചെറിയ ചെറിയ കുട്ടികളെ നമ്മൾ അവരെ ഉമ്മ വെച്ച് ലാളിച്ച് സ്നേഹിച്ച് മാറോട് ചേർക്കുന്നതിലൂടെ അവർക്ക് ഒരു സുരക്ഷിതത്വ ബോധം കിട്ടുന്നു എന്നതിലുപരിയായി എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, എന്താണ് സ്നേഹം എന്നാ മക്കൾ അറിയാതെ അതിലൂടെ പഠിക്കുന്നുണ്ട്. സ്വന്തം മാതാവിൻ്റെ മാറിടത്തിൽ നിന്ന് മുലപ്പാലാകുന്ന അമൃത് നുകരുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശപ്പ് മാറുക മാത്രമല്ല, അവളുടെ വിശപ്പ് മാറുക മാത്രമല്ല ചെയ്യുന്നത്, ഉമ്മ എന്ന ആ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയായി അള്ളാഹു നൽകിയ ആ വ്യക്തിത്വത്തെയും സംസ്കാരത്തെയും തിരിച്ചറിയാണ് കുട്ടി ചെയ്യുന്നത്. അവരെ കളിപ്പിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ സ്നേഹം പകർന്നു കൊടുക്കുക, അതിലൂടെ കുട്ടികളിൽ സ്നേഹം, അനുകമ്പ, ദയ, ഇതൊക്കെ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നുകൂടി അറിയാതെ വളരുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കാണുന്നത്, പ്രവാചകന്റെ പേരക്കുട്ടി ഉമാമ ബിൻത് സൈനബ് ബിൻത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൈനബ് റളിയല്ലാഹു അൻഹ മദീനയിലായിരുന്നപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് വാപ്പാന്റെ കൂടെ കഴിയുന്നത്. പ്രവാചകന്റെ പെൺമക്കളിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നൽകിയിട്ടുണ്ട്. അതൊക്കെ അതിജീവിച്ച് റസൂലുള്ള കഴിഞ്ഞിടയിൽ ആ കുട്ടിയെ ലാളിച്ചും കളിച്ചും റസൂല് വീട്ടിൽ ഇരിക്കുമ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് കൊടുക്കുന്നത്. റസൂലിന് ആ കുട്ടിയെ പിരിയാൻ കഴിയുന്നില്ല, ഉമാമക്ക് റസൂലിനെ പിരിയാനും കഴിയുന്നില്ല. അങ്ങനെ ഇഖാമത്ത് കൊടുത്തപ്പോൾ റസൂല് പള്ളിയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നോ, ഉമാമയുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിൽ കയറിയിരിക്കുന്നു. റസൂലിൻ്റെ മാറിടത്തിലേക്ക് കാലുകൾ തൂക്കിയിട്ട് കളിച്ചുകൊണ്ടാണ് വരുന്നത്.
മസ്ജിദുൻ നബവിയിൽ സഹാബത്തിന് ഇമാമ് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ പോവുകയാണ്. സഹാബിമാർ വിചാരിച്ചു നിസ്കാരം തുടങ്ങുമ്പോൾ തന്നെയെങ്കിലും ഇറക്കി വെക്കുന്നു. ഇല്ല, അല്ലാഹു അക്ബർ, നമസ്കാരം ആരംഭിക്കുന്നു. പേരക്കുട്ടി ചുമലിലാണ്. റസൂലുള്ള നമസ്കരിക്കുകയാണ്. സുന്നത്തായ നിസ്കാരമല്ല, ഫർളാണ്. ആ നമസ്കാരം തീരുമ്പോഴേക്ക് എത്ര തവണ ആ കുട്ടിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചിട്ടുണ്ടായിരിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. റുക്കൂയിലേക്കും സുജൂദിലേക്കും ഒക്കെ പോകുമ്പോൾ എത്ര ശ്രദ്ധാപൂർവം അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മഹത്തായ ഒരു ഇബാദത്ത് റസൂലുള്ള നിർവഹിക്കുന്നതിനിടയിൽ തന്നെ തൻ്റെ പേരക്കുട്ടിക്ക് നൽകേണ്ട ജീവിതത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ അവകാശങ്ങൾ എപ്പോഴൊക്കെ നമ്മൾ നൽകേണ്ടതുണ്ടോ ആ സന്ദർഭത്തിൽ കൃത്യമായി നൽകി ഒരു ഇബാദത്തിനിടയിൽ വലിയ ഒരു ഇഹ്സാൻ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച് നമുക്ക് മാതൃക കാണിച്ചിരുകയാണ്. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നോക്കൂ നിങ്ങൾ. അങ്ങനെ നമ്മുടെ കുട്ടികളെ വളർത്തിയാൽ നമ്മുടെ കുട്ടികൾ ദീനുള്ളവരായി വളരും. ഇതാണ് ശരിക്ക് ദീൻ. അപ്പോഴാണ് ശരിക്ക് നമ്മുടെ വീടകങ്ങൾ മസ്കനുകളായി മാറുക. പരസ്പരം സ്നേഹിക്കുക, ആദരിക്കുക, അംഗീകരിക്കുക, ബഹുമാനിക്കുക, മുതിർന്നവർക്ക് പരിഗണന നൽകുക. അള്ളാഹിന്റെ റസൂൽ അള്ളാഹുവിലേക്കുള്ള വിശ്വാസത്തിലേക്ക്, പരലോകത്തിലേക്കുള്ള വിശ്വാസത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് പറയുന്നത്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വല്ലവനും വിശ്വസിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ അദബുകൾ, മര്യാദകളൊക്കെ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇതൊക്കെ ശരിക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീടകങ്ങളിൽ നിന്ന് തെർബിയത്തായി കിട്ടണം. അങ്ങനെയാകുമ്പോഴാണ് എന്താണ് സംസ്കാരം, എന്താണ് ധർമ്മനിഷ്ഠ എന്ന് നമ്മുടെ മക്കൾക്ക് ബോധ്യമാവുകയുള്ളൂ. ഇങ്ങനെ വളർന്ന ഒരു കുഞ്ഞ് നോക്കൂ, റസൂലിൻ്റെ കയ്യിലൂടെ വളർന്ന തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ, പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. റസൂലുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്നുണ്ട്, മറ്റു മക്കളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന്, ശരിക്കും സ്നേഹം എന്നുള്ളത് മനസ്സിൽ ഒതുക്കി വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. അള്ളാഹിന്റെ റസൂൽ അവിടുത്തെ ജീവിതത്തിലൂടെ അത് പ്രകടിപ്പിച്ചു കാണിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ സ്വന്തം മകളെ റസൂലുള്ള ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അവരെ സ്വീകരിക്കുന്നു. എങ്ങനെയെന്നോ, നെറുകയിൽ ചുംബിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് മകളെ സ്വീകരിക്കുന്ന പിതാവിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ മക്കളെ വീട്ടിലേക്ക് വരുമ്പോൾ, പെൺകുട്ടികളെ പ്രത്യേകിച്ചും, സാധാരണ ഇങ്ങനെ വളർന്നു വരുംതോറും പിതാവിൽ നിന്ന് ഒരു അകലം പാലിക്കുന്ന രീതിയാണ് പെൺമക്കളിൽ ഉണ്ടാകാറുള്ളത്. നേരെ മറിച്ചു അങ്ങനെ ഉണ്ടാകും. ശരിക്ക് നമ്മൾ അകലാനുള്ളവരല്ല, ഏറ്റവും അടുത്ത് ഇടപഴകേണ്ടവരാണ് എന്നാണ്. പ്രവാചകൻ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴും ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉപ്പയെ സ്വീകരിച്ചത് ഹദീസുകളിൽ വന്ന കാര്യമാണിത്. ഇത് വായിച്ച് പറഞ്ഞ് പ്രസംഗിച്ച് പോകാനുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ ശരിക്ക് നിലനിൽക്കാനുള്ളതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അണഞ്ഞുകൂട്ടി പിടിച്ച് ആലിംഗനം ചെയ്ത് നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പിതാവിനെ സ്വീകരിച്ച് ഇരുത്തുന്ന ഒരു മകളുടെ ചിത്രം നോക്കൂ നിങ്ങൾ. അങ്ങനെയാകുമ്പോഴാണ് ശരിക്ക് ജീവിതം കളർഫുൾ ആകുക. ഇന്ന് നമ്മളെ കാണുന്ന കളറല്ല. അതിനൊക്കെ പ്രതിഫലമുണ്ട് എന്നതുകൂടിയാണ്. ഹസ്തദാനം, സലാം പറയൽ, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, പ്രത്യഭിവാദ്യം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമ്മുടെ ഹസ്തം ദാനം ചെയ്യുകയാണ്, കൈ കൊടുക്കുകയാണ്. നമ്മൾ കൈ പിടിച്ചുകൊണ്ടാണ്. ഭർത്താവിനെ കൈ പിടിച്ച് സ്വീകരിക്കുന്ന ഭാര്യക്ക് കൈ കൊടുത്തുകൊണ്ട് ഹസ്തദാനം ചെയ്തുകൊണ്ട് സലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന
യാത്ര അയക്കുന്ന ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അസ്തൗദിഉല്ലാഹ ദീനക് വ അമാനതക് വ ഖവാതീമി അമലിക്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭാര്യ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ ദീനിനെയും അമാനത്തിനെയും നിങ്ങളുടെ സകല സൽക്കർമ്മങ്ങളുടെയും ശുഭകരമായ പരിണിതിയെയും അള്ളാഹുവിൽ ഞാൻ സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ട് എന്നാണ്, അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണെന്നാണ്. അപ്പൊ നമ്മൾ മറുപടി പറയും, അസ്തൗദിഉകല്ലാഹല്ലദീ ലാ യുദീഉ വദായിഹ. സൂക്ഷിപ്പ് മുതൽ ഏതൊരാളുടെ കയ്യിലാണോ ഞാൻ ഏൽപ്പിച്ചത് ആ അള്ളാഹുവിൽ സൂക്ഷിക്കാൻ കൊടുത്താൽ ഒരിക്കലും അത് പാഴാവുകയില്ല. നിന്നെ ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെയാണ് ദീന് തവക്കുല് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ. റബ്ബേ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയാണ് ജീവിതായോധന മാർഗങ്ങൾക്ക് വേണ്ടി. എൻ്റെ വഴിയിൽ, എൻ്റെ സഞ്ചാരങ്ങളിൽ നീയാണ് എൻ്റെ സഹയാത്രികൻ പഠിച്ചോൻ. എൻ്റെ വീട്ടിലെ ഖലീഫ നീയാണ് റബ്ബേ. നമ്മൾ വീട് വിട്ടിറങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ ഖലീഫ അള്ളാഹു ആകുമ്പോൾ പിന്നെ എന്ത് പേടിയാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്നത്? ഇവിടെയാണ് നിർഭയത്വം, സമാധാനം കടന്നു വരുന്നത്. ഇതാണ് ദീൻ. അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധമുണ്ടാകുമ്പോൾ നമുക്ക് സുരക്ഷിതത്വം ജീവിതത്തിൽ കൈവരുന്നു. എവിടെയും പഠിച്ചോനാണ് നമ്മുടെ കൂടെ, നമ്മുടെ സഹയാത്രികൻ. നമ്മുടെ ജീവനാഡിയേക്കാൾ സമീപസ്ഥനായ, നമ്മുടെ മനസ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്ന, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുന്ന റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. അതാണ് ദീനിന്റെ കാമ്പും കാതലും ആത്മാവും. അതുണ്ടാകുമ്പോൾ ഈ പറഞ്ഞ സമാധാനമൊക്കെ നമുക്ക് കുടുംബജീവിതത്തിൽ ഉണ്ടാകും. അള്ളാഹും റസൂലും നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രാവർത്തികമാക്കാനും കഴിയും. സഹോദരങ്ങളെ, ആ ചെറുപ്പത്തിൽ തന്നെ ഇത് കൊടുക്കണം, 7 വയസ്സ് വരെ. പിന്നെ പറയുന്നത് എന്താണെന്നോ, വഅദ്ദിബ്ഹു സബ്ആന. പിന്നത്തെ ഈ 14 വയസ്സ് വരെ അവർക്ക് മര്യാദ പഠിപ്പിക്കണം എന്നാണ്, സംസ്കാരങ്ങൾ ഉണ്ടാക്കണം. അതിൽ തന്നെയാണ് നിസ്കാരം, ആരാധന, അനുഷ്ഠാനങ്ങൾ, പെരുമാറ്റങ്ങൾ, ശീലങ്ങൾ ഒക്കെ. ടേബിൾ മാനേഴ്സിലെ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ എത്രയാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആൻ സൂറത്തുൻ നൂറില് ഒരു പേജിലെ 3/4 ഭാഗവും നിങ്ങൾ ആരോടൊക്കെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അപ്പൊ കുടുംബത്തിൽ ഒരു കൂട്ടുകാരൻ വരികയാണെങ്കിൽ ഓനെ വേറെ പ്ലേറ്റ് വെക്കണ്ട. നിങ്ങൾ ഒരുമിച്ച് തിന്നുകയാണെങ്കിൽ, കൂട്ടുകാരനും ഭാര്യയും വന്നിട്ടുണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് തിന്നണം. വിശുദ്ധ ഖുർആനാണിത് പറയുന്നത്. ഒരു സഹാബി നബിയോട് വന്ന് പറഞ്ഞു, ജീവിതത്തിൽ എനിക്കൊരു ബർക്കത്ത് കിട്ടുന്നില്ല എന്നുള്ള തോന്നലുണ്ട് നബിയെന്ന്. റസൂല് ചോദിച്ചത്, നീ എങ്ങനെ ഭക്ഷണം കഴിക്കല്? ഒറ്റക്കാണെങ്കിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചോ കുടുംബത്തിൻ്റെ കൂടെ, എന്നാ വീട്ടിൽ ബർക്കത്തുണ്ടാവും. നമ്മളെ വീട്ടിലെ ഭക്ഷണം കഴിക്കുന്ന രീതി എങ്ങനെയാന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. ഒരുമിച്ച് ഒരു ദിവസം തന്നെയെങ്കിലും എല്ലാവരും ഒരു നേരം തന്നെയെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി ഉണ്ടെങ്കിൽ പഠിച്ചോൻ്റെ ബർക്കത്തുണ്ടാകും. ആ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇതിൽ തന്നെ ഒരുപാട് മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട്. ടേബിൾ മാനേഴ്സ് നമ്മൾ പറയുന്ന ഏറ്റവും കൂടുതൽ മാനേഴ്സുകൾ, ഉപചാരങ്ങൾ, നല്ല ശീലങ്ങൾ, മര്യാദകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ദീനാണ് നമ്മുടെ ഇസ്ലാം. എന്ത് നല്ല സംസ്കാരമാണ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുക, ബിസ്മില്ല, വലത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുക, അടുത്ത് നിന്ന് പിന്നെ നമ്മൾ തിന്നുക. ഒരുമിച്ച് തിന്നുമ്പോൾ എല്ലാവർക്കും പ്രധാന വിഭവങ്ങൾ വീതം വെച്ച് കൊടുക്കുക. വിളമ്പുമ്പോൾ, ഭക്ഷണം വിളമ്പുമ്പോൾ എവിടുന്ന് തുടങ്ങണം, ആരെ പരിഗണിക്കണം, ഇതിലൊക്കെ ദീനാണ്, ഇതിനൊക്കെ കൂലിയാണ്. ഈ കൂലിയൊക്കെ വാരിക്കൂട്ടിയിട്ടാണ് നഷ്ടപ്പെട്ട ആ സ്വർഗം. കുടുംബം സ്വർഗ കവാടം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. സ്വർഗത്തിലേക്കാണ്, ഉള്ളിലേക്ക് പോകണം, കവാടത്തിൽ ഇങ്ങനെ നിന്നാ പോരാ. അതിന് ഈ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നാണ്. നമ്മളെ മക്കളെ എന്തൊക്കെ വീട്ടിൽ നിന്നാണ് നമ്മൾ അത് പഠിപ്പിക്കേണ്ടത്. നമ്മുടെ കൂടെ നമ്മൾ നിസ്കരിക്കുമ്പോൾ ചെറിയ കുട്ടികൾ വന്ന് നിസ്കരിക്കുന്നില്ലേ?
റസൂലിൻ്റെ കൂടെ ചെറിയ കുട്ടി വന്ന് നിസ്കരിച്ച് ഇടത് ഭാഗത്ത് നിസ്കരിച്ച് പതുക്കെ കൊണ്ടുവന്ന് വലത് ഭാഗത്തേക്ക് നിർത്തി റസൂലുള്ള. എന്തെന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മക്കളെ ഈ കാലഘട്ടത്തിലെല്ലാം ശീലിപ്പിക്കണമെന്നാണ്. വിരുന്നുകാരെ എങ്ങനെ ആദരിക്കണം, സൽക്കരിക്കണം, അയൽവാസികളെ എങ്ങനെ നമ്മൾ അംഗീകരിക്കണം, അവരോടുള്ള കടമകൾ എന്താണ്, അയൽവക്കക്കാരോടുള്ള കടമകൾ എത്രമേലുണ്ട് എന്ന് സഹാബത്തിനോട് റസൂലുള്ള പറഞ്ഞ് അവസാനം പറയുന്നുണ്ട്, അടുത്ത വരവിനെങ്ങാനും ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് അയൽപക്കക്കാർക്ക് അനന്തരാവകാശമുണ്ട് എന്നുകൂടി പറയുമോ എന്നെനിക്ക് തോന്നുമാർ അയൽപക്കക്കാരൻ്റെ കാര്യം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ അയൽപക്കക്കാരും ഉള്ള ബന്ധം, സിലത്തുർ റഹം, കുടുംബ ബന്ധങ്ങൾ തന്നെ നോക്കൂ നിങ്ങൾ, അത് ഹൃദയബന്ധങ്ങളാണ്. ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കൾ, നമ്മളും അങ്ങനെ തന്നെയാണ്, മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, ഫുള്ളി ഡിജിറ്റൽ ലൈഫ് നമ്മൾ പറയണത്. മനുഷ്യന്മാരോടല്ല ബന്ധം, നമ്മുടെ കയ്യിലുള്ള ഈ ഡിവൈസുകളുമായിട്ടാണ് നമുക്ക് ബന്ധം. മുസാഫ് എടുത്ത് ഓതുന്നില്ല, ഇനി ഇതിൽ പിന്നെ ഖുർആൻ ഉണ്ടെങ്കിൽ അത് തുറന്ന് ഓതുകയാണ് ചെയ്യുന്നത്. ആരോടാണ് നമ്മൾ ബന്ധം സ്ഥാപിക്കേണ്ടത്? സിലത്തുർ റഹം എന്ന് പറഞ്ഞ ഈ സില റഹമുമായിട്ടാണ്. അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലമാണിത്. ഇതൊക്കെ പരിശീലിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ തന്നെയാണെന്ന്. ഇപ്പൊ മയ്യത്ത് നിസ്കാരത്തിന് പരിശീലനം കൊടുക്കേണ്ടത് മുതിർന്നവര് അത് കുളിപ്പിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ കൂടെ നിർത്തണം, എന്നിട്ട് അവർ കണ്ടുപഠിക്കണം, അവർക്ക് അതിൻ്റെ കൂടെ ഇരുന്ന് പരിശീലനം കൊടുക്കണം. അങ്ങനെയാകുമ്പോഴേ ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എൻ്റെ മക്കൾ ഉണ്ടാകണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും മയ്യത്ത് കുളിപ്പിക്കാൻ പോകുമ്പോൾ ആ റൂമിൽ എൻ്റെ 1-2 കുട്ടികൾ ഉണ്ടാകണം. എന്നാലല്ലേ അതിന് കഴിയുള്ളൂ. അദ്ദിബ് വലദക സബ്അ, ഇത് നിങ്ങൾക്കൊരു 10-14 വയസ്സിനുള്ളിൽ ഇതൊക്കെ നിങ്ങൾക്ക് ശീലിപ്പിക്കാൻ കഴിയും. ഒരുപാട് നല്ല ശീലങ്ങൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയണമെന്നാണ്. പിന്നെ പറയുന്നത് വസാഹിബുഹു സബ്അ, 14 മുതൽ 21 വയസ്സ് വരെ അവസാനത്തെ കാലഘട്ടത്തിൽ നിങ്ങളുടെ മക്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാകുക. നിങ്ങൾ അവരുമായുള്ള സൗഹൃദവും ഫ്രണ്ട്ഷിപ്പുമാണ് വളർത്തിയെടുക്കേണ്ടത്. നിന്റെ ഏറ്റവും അടുത്ത ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, ജഗരി ദോസ്ത്, ആത്മമിത്രം ആരാണെന്ന് നമ്മുടെ മക്കളോട് ചോദിച്ചാൽ അവര് പറയണം, എൻ്റെ ഉപ്പിയാണ്, എൻ്റെ ഉമ്മയാണ്. നമ്മുടെ മക്കൾ ഒരിക്കലും കൈവിട്ടു പോവുകയില്ല. കാരണം ഈ സൗഹൃദത്തോടു കൂടിയായിരിക്കണം നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടത്. ശരിക്കും ഈ 21 വയസ്സ് വരെയും ഇപ്പൊ കുട്ടികൾ പഠിക്കുക, 25 വയസ്സ് കഴിഞ്ഞാലും പഠനം തീരുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് എല്ലാവിധ ശ്രദ്ധയും പരിഗണനയും നമ്മൾ നൽകി വളർത്തിയാൽ തീർച്ചയായും അതിന് മാറ്റങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളെ. എന്നാൽ അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ മക്കൾ അകന്നകന്നു പോവുക. ഉപ്പയിൽ നിന്ന് അകന്നു പോകുന്നു, ഉമ്മയിൽ നിന്ന് അകന്നു പോകുന്നു. അങ്ങനെ അവർ ദീനിൽ നിന്ന് തന്നെ അകന്നു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. ആ സന്ദർഭത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലകുമാ അതഇദാനിനി അൻ ഉഖ്റജ് വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി വഹുമാ യസ്തഗീസാനില്ലാഹ വൈലക ആമിൻ ഇന്ന വഅദല്ലാഹി ഹഖ് ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. ഒരു മകൻ ഉപ്പാനോടും ഉമ്മാനോടും നടത്തുന്ന പ്രസ്താവന ഖുർആൻ കോട്ട് ചെയ്യാണിത്. തൻ്റെ മാതാപിതാക്കളോട് പറയുന്ന ഒരു മകൻ്റെ പ്രസ്താവനയാണ് ഖുർആൻ വിശദീകരിച്ചു തരുന്നത്. നിങ്ങൾക്ക് 2 പേർക്കും നാശം, നിങ്ങളുടെ വിശ്വാസവും ദീനും ഇതൊക്കെ തുലഞ്ഞു പോകട്ടെ എന്നാണ് പറയുന്നത്. ഉഫ്ഫിൽ ലകുമാ അതഇദാനിനി അൻ ഉഖ്റജ, മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? എത്ര തലമുറ കഴിഞ്ഞു പോയി. പള്ളിക്കാട്ടിലേക്ക് നോക്കൂ എന്നാ പറയുന്നത്. വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി,
ഇതൊക്കെ കേട്ട് രക്ഷിതാക്കൾ അന്തം വിടുകയാണ്, മൂക്കത്ത് വിരൽ വെക്കുകയാണ്. ഇവൻ എന്നേ ഇങ്ങനെയുള്ള ഒരു ആദർശം സ്വീകരിച്ചത് അവർ അറിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ കരുതിയിരിക്കണം സഹോദരങ്ങളെ. ആ സന്ദർഭത്തിലാണ് പടച്ചോനോട് അവർ സഹായം തരുന്നത്. മോനെ, നീ ഒന്ന് വിശ്വസിക്ക്, ഇത് ഉള്ളതാണ് എന്ന്. ഇന്ന വഅദല്ലാഹി ഹഖ്. മകന്റെ മറുപടി എന്താണെന്നോ? ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. ഇതൊക്കെ പൂർവികരുടെ കെട്ടുകഥയാണ് ഉപ്പ ഉമ്മ എന്ന് പറയുന്ന ഒരു മകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ അവതീർണമായ ആ കാലഘട്ടത്തിൽ അന്നും ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടായിരുന്നിരിക്കാം, ഇനിയും ഉണ്ടാകും. ഇപ്പോഴും അത് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നു. അതിനുള്ള പരിഹാരം എന്താണെന്നോ? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ പോലെ, യാ ബുനയ്യർകബ് മഅനാ, പൊന്നുമോനെ, ഇസ്ലാമാകുന്ന ഈ കപ്പലിൽ നീ കയറി രക്ഷപ്പെട്ടുകൊള്ളുക. ഈ ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ, ഈ ആധുനിക കാലഘട്ടം എന്ന് പറഞ്ഞാൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയധികം വികസിച്ച് മനുഷ്യനെ കണ്ണഞ്ചിപ്പിക്കുന്ന, അവന് ആവശ്യമുള്ളതെല്ലാം നൽകുന്ന ഈ കാലഘട്ടത്തിൽ ഈ ധർമ്മവും സംസ്കാരവും ദീനും അത് നമ്മൾ കൈയൊഴിക്കുകയാണെങ്കിൽ തൊലഞ്ഞു പോകും. മകനെ, കയറിക്കോ ഈ കപ്പലിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കപ്പലിലേക്ക് നമ്മുടെ മക്കളെ കയറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ വലിയ ഒരു ഉത്തരവാദിത്തമായി നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഈ ഹാളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇതൊരു കുടുംബ സംഗമമാണ്, ഇസ്ലാഹി കുടുംബ സംഗമമാണ്. എത്ര സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ കടന്നു വരുന്നത്. കാരണം നമ്മുടെ മനസ്സുകളിൽ, ഹൃദയാന്തരാളങ്ങളിൽ നിറഞ്ഞു തുളുമ്പുന്ന ആദർശം നിഷ്കളങ്കമായ തൗഹീദിന്റെ ആദർശമാണ്. അതിലൂടെ നാം ലക്ഷ്യം വെക്കുന്നത് പരലോകമോക്ഷമാണ്. നമ്മുടെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഏറ്റവും ഉന്നതമായ ഇടമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്വർഗത്തിലെത്തിയിട്ട്, ഇന്നിവിടെ നമ്മൾ കണ്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ച പോലെ സ്വർഗത്തിലെത്തിയിട്ട് നമ്മളൊക്കെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു രംഗം ഖുർആൻ നേരത്തെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. വഅഖ്ബല ബഅ്ദുഹും അലാ ബഅ്ദിൻ യതസാഅലൂൻ. സ്വർഗവാസികളായ ആളുകൾ പരസ്പരം, മുവഹിദുകളായ ആളുകൾ, പടച്ചവനെ പേടിച്ച് ജീവിച്ച ആളുകൾ പരസ്പരം സന്തോഷത്തോടെ എതിരേറ്റ് വരവേറ്റ് പരസ്പരം സംസാരിച്ച് സ്വീകരിക്കുന്നു. ഖാലൂ ഇന്നാ കുന്നാ ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. നമ്മൾ ദുനിയാവിലായിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ പടച്ചവനെ പേടിച്ച് ജീവിച്ചിരുന്നവരായിരുന്നല്ലോ എന്നാ പറയുന്നത്. നമ്മൾ അങ്ങനെയാകണം, അങ്ങനെയാണ്. ആ പടച്ചവനെ പേടിയിൽ കൂടുതൽ വർധനവാണ് നമുക്കുണ്ടാകേണ്ടത്. ഫമന്നല്ലാഹു അലൈന. അങ്ങനെ അള്ളാഹു നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി സ്വർഗം നൽകിയിട്ടുണ്ട്. വവഖാന അദാബസ്സമൂം. രോമകൂപങ്ങളിലൂടെ തുളച്ചു കയറുന്ന അത്യുഷ്ണമുള്ള നരകശിക്ഷയിൽ നിന്ന് നമ്മുടെ റബ്ബ് നമ്മെ കാത്തുരക്ഷിച്ചിട്ടുണ്ട്. കാരണം എന്താ? ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഊഹു. ഇവിടെ എത്തുന്നതിന് മുമ്പ് ദുനിയാവിൽ ആ റബ്ബിനോട് ദുആയിരുന്നവരും പ്രാർത്ഥിച്ചവരുമായിരുന്നു നമ്മൾ. ഇന്നഹു ഹുവൽ ബർറുർ റഹീം. അവൻ അളവറ്റ ദയാപരനാണ്, കരുണാമയനാണ്. ആ അല്ലാഹു നമുക്കൊരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗീയ സുഖാനന്ദങ്ങൾ ആസ്വദിക്കാനുള്ള സൗഭാഗ്യമാണ് നമ്മുടെ ഈ കുടുംബ ജീവിതത്തിലൂടെ നമ്മൾ നേടേണ്ടത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അളവറ്റ ദയാപരനും പരമകാരുണികനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.